കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടിരുന്നു മോനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഹന്ന അവളുടെ സ്വന്തം കുഞ്ഞാണെന്ന് തന്നെ. അതൊന്ന് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയം പോലും കിട്ടാതെ തന്നെ മാത്യുവിനെയും കൊണ്ട് പങ്ങി ആ റൂഫിൽ നിന്ന് താഴേക്ക് ചാടുകയാണ്. അങ്ങനെ അവിടെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി പങ്ങി അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അതേസമയം മിസ് ഗൂവിനെ കണ്ടു കഴിഞ്ഞ ശേഷം ജിൻമോ തിരിച്ച് തൻ്റെ കാറിൽ വന്നിരിക്കുകയാണ്. കാറിൽ വന്നിരിക്കുന്ന സമയത്ത് ജിൻമോ വെറുതെ പങ്ങീനെ പറ്റിയും ഹന്നയെ പറ്റിയൊക്കെ ഒന്ന് ഓർക്കുകയാണ്. അതേസമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. പണ്ട് ഹന്ന ചെറുതായിരുന്ന സമയത്ത് ഹന്നയും പങ്ങീനെയും കൊണ്ട് ജിൻമോ ഒരു പാർക്കിൽ വന്നിരിക്കുകയായിരുന്നു. അതേസമയം അതിൽ നടന്നു പോയൊരു ലേഡി അവരെ കണ്ടിട്ട് കപ്പിളാണെന്ന് തെറ്റിദ്ധരിച്ചതിന് ശേഷം അവരുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളെ രണ്ടുപേരെയും കാണാൻ എന്ത് ഭംഗിയാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ മോളിനെ കാണാൻ ഇത്രയും ഭംഗി. അങ്ങനെ പറഞ്ഞ ആ ലേഡിയോട് അപ്പോൾ തന്നെ ജിൻമോ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സീൻ ഓർക്കുന്ന ജിൻമോയ്ക്ക് ഇപ്പോൾ ചെറിയൊരു സന്തോഷം ചിരിയൊക്കെ മുഖത്ത് വരുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം തൻ്റെ ഫോൺ എടുക്കുന്ന സമയത്താണ് പങ്ങിയുടെ ഒരു 10-20 മിസ് കോൾ തൻ്റെ ഫോണിൽ ജിൻമോ കാണുന്നത്. ജിൻമോ തിരിച്ച് വിളിക്കുന്നുണ്ടെങ്കിലും പങ്ങി കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫോൺ നോക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് പങ്ങിയുടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് എന്നെ മാത്യുവിൽ നിന്ന് രക്ഷിക്കും, മാത്യു തന്നെയാണ് കെ എന്ന്. അങ്ങനെ ജിൻമോ പങ്ങിയുടെ ഫോണിൻ്റെ ലൊക്കേഷൻ നോക്കുകയാണ്. ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച ജിൻമോ വേഗം തന്നെ അവിടേക്ക് പുറപ്പെടുകയാണ്. ഹൻമോനും ഹന്നയും ഇപ്പോഴും ആ ഒരു ടെറസിൽ തന്നെ ഉണ്ടായിരുന്നു. അവരവിടെ നിന്ന് നോക്കുന്ന സമയത്ത് മാത്യുവിൻ്റെ ആൾക്കാർ ഇപ്പോഴും അവിടെ വന്നിട്ട് അവർക്ക് തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൻമോനി എത്രയും പെട്ടെന്ന് ഹന്നേനെ കൊണ്ട് അവിടുന്ന് മാറുകയാണ്. അതിനുശേഷം തോഹിക്കിൻ്റെയും ചെയർമാൻ ചിമ്മിൻ്റെയും DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് നാഷണൽ ന്യൂസിൽ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ റിസൾട്ട് അറിയാനായിട്ട് എല്ലാവരും വളരെ ആകാംക്ഷഭരിതരായിട്ട് ടിവിയുടെ മുമ്പിലായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ റിസൾട്ട് വരുമ്പം പോസിറ്റീവായിട്ട് തന്നെയാണ് വരുന്നത്. അതായത് ദോഹിക്ക് ചെയർമാൻ ഷിമ്മിൻ്റെ മകനാണെന്ന് തന്നെയാണ് റിസൾട്ടിൽ പറയുന്നത്. അടുത്തതായിട്ട് ചെയർമാൻ ഷിമ്മിനാണ് കാണിക്കുന്നത്. അദ്ദേഹം റിസൾട്ട് നെഗറ്റീവായിട്ട് വരുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും ഗു വന്നിട്ട് പറയാണ് റിസൾട്ട് പോസിറ്റീവാണ്. ദോഹിക്ക് ചെയർമാൻ ഷിമ്മിൻ്റെ ബയോളജിക്കൽ മകൻ തന്നെയാണെന്നുള്ള കാര്യം പറയാണ്. പക്ഷേ ചെയർമാൻ ഷിമ്മ ഇത് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മകൻ മരിച്ചുപോയി, ഇത് ഉറപ്പായിട്ടും അത്തിക്കിട്ടൊക്കെ റിസൾട്ട് മാനിപ്പുലേറ്റ് ചെയ്തതാവാനാണ് സാധ്യത എന്ന് പറയുകയാണ് ചെയർമാൻ ഷിമ്മ. അതേസമയം ഡോക്ടർ ചായയും റാഹിം അവരൊക്കെ ഈ ഒരു റിസൾട്ട് കേട്ടിട്ട് നല്ല ഷോക്ക്ഡ് ആയിട്ടിരിക്കുമായിരുന്നു. റാഹിം മനസ്സിലാലോചിക്കുകയാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം, ശരിക്കും ദോഹിക്കും മാത്യുവും സഹോദരങ്ങളാണോ? പിന്നീട് മാത്യുവിനെയാണ് കാണിക്കുന്നത്. മാത്യുവിനെയും കണ്ട് പങ്ങി റൂഫ് ടോപ്പിൽ നിന്ന് താഴേക്ക് ചാടിയ സമയത്ത് പങ്ങി താഴേക്ക് വീഴുകയും മാത്യുവിൻ്റെ കാല് ഏതോ ഒരു കേബിളിൽ കുടുങ്ങി കിടക്കുകയും ചെയ്യുമായിരുന്നു. സമയം ഒരുപാട് കഴിഞ്ഞിട്ട് മാത്യുവിനെ രക്ഷിക്കാൻ ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. അവസാനം കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്യുവിൻ്റെ ആൾക്കാർ മാത്യുവിനെ കണ്ടുപിടിക്കുകയും അവിടുന്ന് രക്ഷിക്കുകയും ചെയ്യുകയാണ്. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം മാത്യു ആദ്യം തന്നെ അവരെ അടിക്കുകയാണ്, അത്രയും ലേറ്റായിട്ട് അയാളെ രക്ഷിച്ചതിൽ. അതിനുശേഷം മാത്യു പറയാണ് ആ പങ്ങി അവിടുന്ന് താഴേക്ക് വീണതിന് ശേഷം അവിടെ ഒരു എക്സ്പ്ലോഷനും കൂടി നടന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം അവൾ രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ല. ഹന്നനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, അവൾ ഒറ്റയ്ക്ക് അധികം ദൂരം പോകാനായിട്ട് സാധ്യതയില്ല. മാത്യു ഹൻമോനിയെ ഹന്നയുടെ കൂടെ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിനുശേഷം മാത്യു ദോഹിക്കിനെ പറ്റി ചോദിക്കുകയാണ്. ദോഹിക്കിനെ ചെയർമാൻ ഷിമ്മിൻ്റെ വീട്ടിലെ ജിൻമോ എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഇത് കേട്ട മാത്യു എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ അനുസരിച്ച് തന്നെയാണ് പോകുന്നത്. ഇനി ആ ഹന്നെ കണ്ടുപിടിച്ചിട്ട് ഏതെങ്കിലും ഒരു ഫോറിൻ രാജ്യത്തിലേക്ക് പറഞ്ഞയക്കണം. അവിടെ അവൾക്ക് ആരെയും തന്നെ പരിചയം ഉണ്ടാവാനായിട്ട് പാടില്ല. പിന്നീട് ജിൻമോയാണ് കാണിക്കുന്നത്. ജിൻമോ വളരെയധികം പേടിച്ച് ടെൻഷനിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും പങ്ങിനെ ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഇത്തിരി ജീവൻ മാത്രം ബാക്കിയുള്ള പങ്ങി ഫോൺ എടുക്കുകയാണ്. നീ എന്താ ഇത്ര നേരം ഫോൺ എടുക്കാത്ത, ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയോ എന്നൊക്കെ ജിൻമോ പറയാണ്. പക്ഷേ അതേസമയം പങ്ങിയുടെ കണ്ടീഷൻ വളരെയധികം മോശമായിരുന്നു. ഒരുപാട് സ്ട്രെയിൻ എടുത്ത് പങ്ങി സംസാരിക്കുകയാണ്. എനിക്കറിയാം നീ വരുമെന്ന്, ഞാൻ 10 മിനിറ്റിനകം വരാമെന്ന് ജിൻമോ പറയാണ്. എനിക്കറിയാം നീ വരുമെന്ന്, പക്ഷെ നീ വരുമ്പോഴേക്കും ഞാൻ ഉണ്ടായില്ലെങ്കിലോ? എന്തായാലും പോകുന്നതിന് മുമ്പ് നിൻ്റെ സൗണ്ട് കേൾക്കാൻ സാധിച്ചാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതും കൂടെ കേട്ടിട്ട് ജിൻമോയുടെ ടെൻഷൻ കൂടുകയാണ്. നീ ഹന്നനെ നോക്കണം എന്ന് പങ്ങി പറയാണ്. ജിൻമോ സമയം ചോദിക്കുകയാണ്, ഹന്ന നിൻ്റെ മോളാണ്, നീയാണ് കഷ്ടപ്പെട്ട് അവളെ ഇത്ര വളർത്തിയെടുത്തത്. എന്നെപ്പോലൊരു ചീത്ത മനുഷ്യൻ്റെ കയ്യിൽ അവളെ ഏൽപ്പിച്ചിട്ട് പോകാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? അതിന് മറുപടിയായിട്ട് പങ്ങി പറയാണ്, എനിക്കറിയാം നീ ഒരു നല്ല മനുഷ്യനാണെന്ന്. ഹന്നനെ ഒരിക്കലും കെയുടെ മകളായിട്ട് വളരാൻ നീ അനുവദിക്കരുത്. അവസാനമായിട്ട് ചെയ്തു തന്ന എല്ലാത്തിനും നന്ദി പറഞ്ഞിട്ട് പങ്ങി മരണപ്പെടുകയാണ്. പിന്നീട് ഹന്നയും ഹൻമോനെയാണ് കാണിക്കുന്നത്. ഹന്ന ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഹന്നയോട് കരച്ചിൽ നിർത്താനായിട്ട് ഹൻമോനി പറയുന്നുണ്ടെങ്കിലും ഹന്ന കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ അവിടെ വിട്ടതിന് ശേഷം മോനെ മുന്നോട്ട് നടക്കാനായിട്ട് തുടങ്ങിയാണ്. കുറച്ച് കഴിഞ്ഞ് ഹൻമോനി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അടുത്തുണ്ടായിരുന്നൊരു ട്രക്കിൽ നിന്ന് ലോഡ് അഴിഞ്ഞു വീണ് ഹന്നയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹൻമോനി ഓടിച്ചെന്ന് ഹന്നേനെ അവിടെ നിന്ന് രക്ഷിക്കുകയാണ്. അത് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് മാത്യുവിൻ്റെ ആൾക്കാർ ഹന്നേനെ തപ്പി അവരുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ
ഉടനെ തന്നെ ഹന്നനെ എടുത്തുകൊണ്ട് അടുത്ത് കിടന്ന ഒരു ഒഴിഞ്ഞ ബിൽഡിങ്ങിലേക്ക് ഓടിക്കയറി ഒളിക്കുകയാണ്. ആൾക്കാർ ആ ഒരു ബിൽഡിങ്ങിൽ വന്ന് തപ്പുന്നുണ്ടെങ്കിലും ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവർ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് ഹനുമോനിയുടെ പിന്നിൽ ആരോ വന്നതായിട്ട് അവൾക്ക് തോന്നുന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, ഡയറക്ടർ മിഷേലായിരുന്നു. മിഷേലിനോട് ഹനുമോനെ സഹായം ചോദിക്കുകയാണ്. ഞാൻ എന്തിനു നിന്നെ സഹായിക്കണം? എൻ്റെ അനിയത്തി മരിക്കാൻ കാരണം നീയാണ്. നിന്നെ ഞാൻ ഒരിക്കലും സഹായിക്കില്ല. മിഷേലിനെ അവിടെ നിന്ന് മാറ്റി നിർത്തിയതിന് ശേഷം ഹനുമോനി പറയുകയാണ്, ജിയയുടെ മരണത്തിന് കാരണം മറ്റാരുമല്ല ഷിം ജിൻ സോക്കാണ്. അതുമാത്രമല്ല മാത്യു തന്നെയാണ് ഷിം ജിൻ സോക്ക്. മിഷേൽ ഹനുമോനിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. മിഷേലിനെ വിശ്വസിപ്പിക്കാനായിട്ട് ഹനുമോനി പറയുകയാണ്, മാത്യുവിന് ആദ്യം തൊട്ടേ ഒരേ ഒരു ഇൻറ്റൻഷനേ ഉള്ളൂ, സോങ്ഷൻ ഗ്രൂപ്പ് തകർക്കുക, അവരോടുള്ള പ്രതികാരം വീട്ടുക. ഈ സിനിമ നിർമ്മിച്ചു കൊടുക്കുന്നതോടെ അയാളെ ഹെൽപ്പ് ചെയ്യുകയാണ് നീ ചെയ്യുന്നത്. ഇനിയും നിനക്ക് ഞാൻ പറയുന്ന വിശ്വാസമില്ലെങ്കിൽ ആ കുഞ്ഞിനോട് പോയി ചോദിച്ചോളൂ. ആ നിൽക്കുന്നത് എൻ്റെയും കെയുടെയും മകളാണ്. അവളെ കെ തന്നെ ഇപ്പോൾ കൊല്ലാനായിട്ട് നടക്കുകയാണ്. ഞാൻ ജിയോട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഞാൻ മരിക്കേണ്ടവൾ തന്നെയാണ്. പക്ഷേ ഇപ്പം നീ ചെയ്യുന്നത് കെയെ സഹായിക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും ശരിയല്ല. നീ ജിയോട് ചെയ്യുന്ന തെറ്റാണത്. അങ്ങനെ എങ്ങനെയൊക്കെയോ മിഷേലിനെ കൺവിൻസ് ചെയ്തെടുക്കാനായിട്ട് ഹനുമോനിക്ക് സാധിക്കുന്നുണ്ട്. മാത്യുവിൻ്റെ ആൾക്കാർ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി പോകാനായിട്ട് തുടങ്ങുമായിരുന്നു. ആ സമയത്താണ് ഹന്നയുടെ സൗണ്ട് കേൾക്കുന്നത്. അവർ തിരിച്ച് അകത്തോട്ട് പോയി നോക്കുന്ന സമയത്ത് അവിടെ മിഷേലിനെ കാണുകയാണ്. മിഷേൽ ഒരു കിണർ പോലുള്ളൊരു സംഭവം ചൂണ്ടിക്കാണിച്ചതിന് ശേഷം പറയുകയാണ്, ഒരു കുട്ടി ഇതിനുള്ളിലേക്ക് വീണുന്ന്. അവരുടെ ആൾക്കാർ ചെന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു കിണറിനുള്ളിൽ ഹന്നയുടെ ഷൂ കിടക്കുന്നതായിട്ട് അവർ കാണുകയാണ്. അവർ മിഷേലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ ഇവിടെ എന്തെടുക്കുവാണ് ഈ സമയത്തെന്ന്. അതല്ലല്ലോ ഇവിടെ പ്രധാനം, ആ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. അതേസമയം ആൾക്കാർ പറയുകയാണ്, നീ ഇവിടുന്ന് പോയിക്കോളും, ഞാൻ ആ കുട്ടിയെ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് മിഷേലിനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. മിഷേൽ അവിടുന്ന് പോയ ശേഷം അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, ഇപ്പോൾ നമ്മുടെ പണി എളുപ്പമായല്ലോ എന്ന്. പെങ്ങിയുടെ ഫോൺ ട്രേസ് ചെയ്തിട്ട് അവളുണ്ടായിരുന്ന സ്ഥലത്തേക്ക് ജിൻമോ എത്തിയിട്ടുണ്ടായിരുന്നു. പെങ്ങിയുടെ ബോഡി അവിടെ കിടക്കുന്നത് കണ്ടിട്ട് വളരെ വിഷമത്തോടെ ജിൻമോ അവിടെ ഇരുന്ന് കരയാണ്. അതിനുശേഷം ചെയർമാൻ ഷിമ്മിൻ്റെ വീട്ടിലേക്ക് വന്ന മാത്യുവിനെയാണ് കാണിക്കുന്നത്. 5 വർഷത്തിന് ശേഷമായിരുന്നു മാത്യു ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. മിസ്റ്റർ ഗു അവിടെ മാത്യുവിന് വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. എൻട്രൻസ് ഫുൾ റിപ്പോർട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഗരാജ് വരെയാണ് മാത്യു അകത്തേക്ക് കയറുന്നത്. ദോഹിക്ക് ഇപ്പോഴും ബോധമില്ലാതെ അവിടെ ഒരു കാറിനുള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. മാത്യു ദോഹിക്കിനെ ഒന്ന് നോക്കിയതിന് ശേഷം ഗുവിൻ്റെ അടുത്ത് പറയാണ് അവൻ്റെ ഫോൺ അവന് തിരിച്ചു കൊടുത്തേക്കുന്നത്. പിന്നീട് ജിൻമോയാണ് കാണിക്കുന്നത്. ജിൻമോ ഇപ്പോഴും പങ്ങിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട്. അതേസമയം ജിൻമോയ്ക്ക് ഹനുമോനിയുടെ കോൾ വരെയാണ്. ഹനുമോനി പറയാണ് ഹന്ന എൻ്റെ കൂടെ ഉണ്ടെന്ന്. പിന്നീട് ചെയർമാൻ ഷിമ്മിനെയാണ് കാണിക്കുന്നത്. ഓരോ ന്യൂസ് ആർട്ടിക്കിൾസ് വായിച്ചുകൊണ്ടിരുന്ന ചെയർമാൻ ഷിം ആലോചിക്കുകയാണ്, ഈ മണ്ടൻ എങ്ങനെ എൻ്റെ മകനാകാൻ വേണ്ടി സാധിക്കുമെന്ന്. പെട്ടെന്ന് അവിടേക്ക് മാത്യു വരികയാണ്. മാത്യുവിനെ കണ്ടപാടെ ചെയർമാൻ ഷിമ്മിന് മനസ്സിലാവുകയാണ് അത് ഷിം ജിൻ സോക്ക് ആണെന്നുള്ള കാര്യം. നിങ്ങൾക്കെന്നെ മനസ്സിലായെന്ന് തോന്നുന്നു എന്ന് മാത്യു ചോദിക്കുകയാണ്. എന്താന്ന് നോക്കുന്നത്? ഞാൻ തന്നെയായത് ഷിം ജിൻ സോക്ക്. ചെയർമാൻ ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റാതെ ചോദിക്കുകയാണ്, നീ എങ്ങനെ ഷിം ജിൻ സോക്ക് ആവാൻ സാധിക്കുമെന്ന്. നിങ്ങൾ കാരണം തന്നെയാണ് എൻ്റെ പഴയ മുഖത്തോടു കൂടി എനിക്ക് പുറത്തിറങ്ങാൻ സാധിക്കാഞ്ഞത്. നിങ്ങൾ തന്നെയല്ലേ എന്നെ ഏതൊരു വിയറ്റ്നാമീസ് ഐലൻഡിലേക്ക് വിട്ടത്, എന്തോ അസുഖം ഉണ്ടെന്നോ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞ്. എൻ്റെ ഇപ്പോഴത്തെ ഈ മുഖം കൊണ്ട് ഞാൻ അധികം സന്തോഷവാനല്ല, എങ്കിലും ഇതൊരു മെച്യൂർ ആയിട്ടുള്ള മുഖം ആയതുകൊണ്ട് തന്നെ ആൾക്കാർ എനിക്കിപ്പോൾ കുറച്ച് റെസ്പെക്റ്റൊക്കെ തരുന്നുണ്ട്. ചെയർമാൻ പേടിച്ച് പെട്ടെന്ന് തന്നെ മിസ്റ്റർ ഗുവിനെ വിളിക്കുകയാണ്. അന്നേരം മാത്യു പറയാണ്, ആരെ വിളിച്ചിട്ട് എന്താ കാര്യം? എന്നെ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ പറയും ഞാൻ ഷിം ജിൻ സോക്ക് ആണെന്ന്. പിന്നെ സോങ്ഷൻ ഗ്രൂപ്പിൻ്റെ തകർച്ച നിങ്ങൾക്ക് നേരിട്ട് കാണാം. ആ സമയം കൊണ്ട് മിസ്റ്റർ ഗു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ ഗുവിനോട് ഷൗട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കാനായിട്ട് ചെയർമാൻ പറയാണ്. പക്ഷേ മിസ്റ്റർ ഗു അനക്കമില്ലാതെ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. കൂടാതെ മാത്യുവും ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ചെയർമാന് മനസ്സിലാവാണ് മിസ്റ്റർ ഗു ഷിം ജിൻ സോക്കിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത്. മിസ്റ്റർ ഗുവിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തിട്ട് ചെയർമാൻ ചോദിക്കുകയാണ്, ഈ നിൽക്കുന്ന സൈക്കോയ്ക്ക് വേണ്ടിയിട്ടാണോ നീ എന്നെ ചതിക്കുന്നത്? അതേസമയം മാത്യു പറയാണ്, അയാളുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. മിസ്റ്റർ ഗു അദ്ദേഹത്തിൻ്റെ മകനെ സപ്പോർട്ട് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് കേട്ടിട്ട് ചെയർമാൻ ഒന്നും മനസ്സിലാവാനാവാതെ നിൽക്കുകയാണ്. മിസ്റ്റർ ഗു അന്നേരം പറയാണ്, എൻ്റെ കയ്യിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. എൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ചെയർമാൻ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. മിസ്റ്റർ ഗു അയാളുടെ കുഞ്ഞിനെ തൻ്റെ കുഞ്ഞുമായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും ഈ നിൽക്കുന്ന ഷിം ജിൻ സോക്ക് മിസ്റ്റർ ഗുവിൻ്റെ മകനാണെന്നും ഒക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഷിം ജിൻ സോക്കിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തിട്ട് ചെയർമാൻ ചോദിക്കുകയാണ്, നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത്? നിൻ്റെ അടുത്ത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? നിനക്ക് എത്രയെത്ര നല്ല ഓപ്പർച്യൂണിറ്റീസ് ഞാൻ തന്നു, പഠിപ്പിച്ചു, എന്തൊക്കെ ചെയ്തു? ഇത് കേട്ട മാത്യു പറയാണ്, നിങ്ങളൊന്നും എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ഏത് ദിവസമാണ് ഞാൻ നിങ്ങളുടെ മകനല്ല നിങ്ങൾ അറിഞ്ഞു, ആ ദിവസം തൊട്ട് നിങ്ങൾക്ക് എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി, നോട്ടം മാറി, സംസാരം മാറി. നിങ്ങളാണ് എന്നെ ഒരു കൊലപാതകയാക്കി തീർത്തത്.
ചെയർമാൻ ചോദിക്കുകയാണ്, നീ ഇതിനു വേണ്ടി മാത്രമാണോ ഈ ഒരു പുതിയ മുഖം സ്വീകരിച്ചത്? എൻ്റെ മകനെ നശിപ്പിക്കാനായിട്ട് മാത്രം? അല്ല, ദോഹുക്കിനെ ഇട്ട് ഞാൻ വെറുതെ കളിപ്പിക്കുമായിരുന്നു. എനിക്ക് വേണ്ടത് സോങ്ചെങ് ഗ്രൂപ്പാണ്. നിന്നെപ്പോലെ ഒരു സൈക്കോപാത്തിന് ഒരിക്കലും എൻ്റെ കമ്പനി ഞാൻ തരില്ല. മാത്യു ആ സമയത്ത് ദോഹുക്കിനെ വിളിക്കുകയാണ്. ദോഹുക്കിൻ്റെ ഫോൺ ആ സമയത്ത് കാറിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു മിസ്റ്റർ ഗു. ആ ഒരു ഫോണിൻ്റെ ശബ്ദം കേട്ട് ദോഹുക്ക് എണീക്കുകയാണ്. ഫോൺ എടുക്കുന്ന ദോഹുക്ക് കേട്ടത് കങ്ങിൻ്റെ വോയിസ് ആയിരുന്നു. പക്ഷേ സംസാരിക്കുന്നത് ശരിക്കും ഷിംജൻ സോക്കായിരുന്നു. ഷിംജൻ സോക്ക് സഹായം ചോദിക്കുകയാണ് ദോഹുക്കിൻ്റെ അടുത്ത്. പക്ഷേ ദോഹുക്ക് വിചാരിക്കുന്നത് സഹായം ചോദിക്കുന്നത് കങ്ങാണെന്നാണ്. അങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറുകയാണ് ദോഹുക്ക്. നോക്കുന്ന സമയത്ത് അവിടെ കാണുന്നത് ഷിംജൻ സോക്കിനെയും ചെയർമാൻ ഷിമ്മിനെയാണ്. അവിടെ എത്തിയ ദോഹുക്ക് കങ് എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് മാത്യു പറയാണ്, നീ എന്താ വിചാരിച്ചത്? നിന്നെ വിളിച്ചത് കങ്ങാണെന്നാണോ? മരിച്ചു പോയവരൊരിക്കലും തിരിച്ചു വരില്ല ദോഹുക്ക്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന ദോഹുക്ക് മാത്യുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് മിസ്റ്റർ ഗു ദോഹുക്കിനെ തടഞ്ഞു നിർത്തി ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. മാത്യു അടുത്തേക്ക് വന്നിട്ട് പറയാണ്, എനിക്ക് ആരുടെ രൂപവും ആരുടെ സൗണ്ടും സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇതേ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് മിസ്റ്റർ ലീയെ ദാമിയുടെ കൊലപാതകയാക്കി ഞാൻ മാറ്റിയത്. മാത്യു അതിനുശേഷം ഗണ്ണെടുത്ത് ദോഹുക്കിനെ നേരെ ചൂണ്ടാണ്. ചെയർമാൻ ഷിം അവിടെ അരുതെന്ന് പറയുന്നുണ്ടെങ്കിലും മാത്യു കേൾക്കുന്നില്ല. അതിനുശേഷം പറയാണ്, ഇനി ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ശരിക്കും ഒഫീഷ്യലായിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഈ നിൽക്കുന്ന ചെയർമാൻ ഷിമ്മാണ് നിൻ്റെ ബയോളജിക്കലായിട്ടുള്ള ഫാദർ. ഇത് കേട്ടിട്ട് ദോഹുക്ക് ശരിക്കും ഞെട്ടിപ്പോവാണ്. നിനക്ക് ഇതുവരെയായിട്ടും മനസ്സിലായില്ലേ? അതുകൊണ്ടായിരുന്നു നീ എൻ്റെ ടാർഗറ്റായി മാറിയത്. ചെയർമാൻ ഷിം വന്നിട്ട് മാത്യുവിൻ്റെ കാലിൽ വീഴാണ്. നിനക്ക് എന്ത് വേണോ എടുത്തോ, പക്ഷേ എൻ്റെ മോനെ മാത്രം വെറുതെ വിടണം. ഓഫർക്ക് കൊള്ളാം, പക്ഷേ എൻ്റെ പ്ലാൻ വേറെയാണെന്നാണ് മാത്യു പറയുന്നത്. മാത്യു അതിനുശേഷം ദോഹുക്കിൻ്റെ കാലിനിട്ട് വെടിവെക്കുകയാണ്. അതിനുശേഷം പറയാണ്, ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടോ അത് ലൈവായിട്ട് ലോകം മുഴുവൻ കാണും. പക്ഷേ ഡീപ്പ് ഫേക്ക് ടെക്നോളജി യൂസ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വിഷ്വൽസ് പബ്ലിക്ക് കാണുന്നത്. മാത്യു മിസ്റ്റർ ഗുവിനോട് TV ഓൺ ചെയ്യാനായിട്ട് പറയാണ്. അങ്ങനെ TV ഓൺ ചെയ്യുന്ന സമയത്ത് അവരെല്ലാവരും കാണുകയാണ് അവിടെ നടക്കുന്ന എഡിറ്റ് ചെയ്ത വിഷ്വൽസ്. ആ വിഷ്വൽസിൽ ചെയർമാൻ ഷിമ്മും ദോഹുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്.